ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ ആണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 1ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണിത്. അതിലെ ആദ്യ ചാപ്റ്റർ, അതായത് 6ാമത് ചാപ്റ്റർ ആണ് ഫ്രണ്ട്സ് ഇൻ ഷെൽഫ്. ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് 6ാമത്തെ ചാപ്റ്റർ ആണ് ഇത്. മുഴുവനായിട്ട് ഇതിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫ്രണ്ട്സ് ഇൻ ഷെൽഫ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ കുറേ ഷെൽഫൊക്കെ കാണാം അല്ലേ നിങ്ങൾക്ക്. ഷെൽഫിലെല്ലാം പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം വായിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ബർത്ത്ഡേ ഗിഫ്റ്റ്. All gave me books with nice pictures too. Wow, beautiful pictures. I will give them to the school library. എല്ലാവരും എനിക്ക് പുസ്തകമാണ് തന്നത്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. ഞാൻ ഈ പുസ്തകമെല്ലാം സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കും എന്നാണ് പെൺകുട്ടി പറയണത്. 2 bundles of 10 books. അപ്പോൾ എന്താണ്? 10 ബുക്ക് വീതം 2 ബണ്ടിൽ അല്ലേ. അപ്പോൾ ഒരു ബണ്ടിലിൽ 10, അടുത്ത ബണ്ടിലിൽ 10. അപ്പോൾ ടോട്ടൽ എത്രയായി? 20 അല്ലേ. ഹൗ മെനി ബുക്സ് ഓൺ ദ ടേബിൾ? ഒരു ബണ്ടിലിൽ 10 ഉണ്ട്, അടുത്ത ബണ്ടിലിൽ 10. അപ്പോൾ 10 + 10 20. ഓക്കെ. 20. 10 + 10 20. ഷീ വാണ്ട്സ് ടു മേക്ക് 4 ഈക്വൽ ബണ്ടിൽസ്. അപ്പോൾ ഈ 20 എണ്ണത്തിനെ 4 ഈക്വൽ ബണ്ടിൽ ആക്കണമെങ്കിൽ ഹൗ മെനി ബുക്സ് ഇൻ 1 ബണ്ടിൽ? അപ്പോൾ 20 എന്ത് ചെയ്യണം നമുക്ക്? ഒരു ബണ്ടിൽ. അപ്പോൾ 5 എണ്ണം കൊടുക്കുക അല്ലേ. 5 5 5 5 അങ്ങനെ 4 അഞ്ചുകൾ ചേരുമ്പോൾ 20 കിട്ടും അല്ലേ. അപ്പോൾ ഒരു ബണ്ടിൽ എത്ര എണ്ണമാണ്? 5. ഓക്കെ. ദെൻ അവിടെ ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികൾ പറയണതുണ്ട്. ഹാഫ് ഓഫ് 10 is 5. 10ന്റെ പകുതി എത്രയാ? 5. സോ ജസ്റ്റ് ടേക്ക് ഹാഫ് ഓഫ് ഈച്ച് ബണ്ടിൽ. ഹാഫ് ഓഫ് 20 is 10. ഹാഫ് ഓഫ് 20 എത്രയാ? 10. അടുത്തത് ബുക്ക് ഓൺ ദ ഷെൽഫ്. ഹൗ മെനി ബുക്സ് ഇൻ ദ ഫസ്റ്റ് 2 rows? ആദ്യത്തെ 2 വരികളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 10 and 10 make 20 books. 10ഉം 10ഉം 20 പുസ്തകങ്ങൾ. 10 books in the third row. 20 and 10 makes. അപ്പോൾ 20ഉം പിന്നെ തേർഡ് റോയിൽ ഒരു 10ഉം. അപ്പോൾ എത്രയായി? 30. 30 books. ഇനി എന്താ ഈ കുട്ടികൾ പറയണം നോക്കിയാലോ. ഐ വിൽ കീപ് മൈ 20 ബുക്സ് ഓൾസോ ഹിയർ. എൻ്റെ കയ്യിലുള്ള 20 പുസ്തകങ്ങൾ ഞാനിവിടെ വയ്ക്കും. അപ്പോൾ ഈ ബോയ് എന്താ പറയണേ? 10 ബുക്സ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും 10 ബുക്ക് വീതം വെച്ചോ. വിത്ത് ബുക്സ് ഇൻ ദ 4th row 30 and 10 makes 40. 30 and 10 എത്രയാ? 40 ബുക്സ്. ആൻഡ് 10 ബുക്സ് ഇൻ ദ 5th row. ഹൗ മെനി ബുക്സ് നൗ? പിന്നെ 5ാമത്തെ റോയിൽ ഒരു 10 ബുക്കും. മൊത്തം 40. പിന്നെ ഒരു 10ഉം കൂട്ടി എത്ര വരും? 50 അല്ലേ. 50 ബുക്സ്. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷെൽഫ്. അപ്പോൾ എത്രയാ? ഈ 5 റോയിലും 10 10 10 വീതം വെച്ചാൽ 50 കിട്ടും അല്ലേ. 50. ബുക്സ് ടു ദ ക്ലാസ്സസ്. ഇനി ബുക്സ് ടു ദ ക്ലാസ്സസ് ആണ്. ക്ലാസ് ലീഡേഴ്സ് ടുക്ക് ബുക്സ് ഫോർ ദെയർ ക്ലാസ്സസ്. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ബുക്സ്. അപ്പോൾ ക്ലാസ് ലീഡർ അവരവരുടെ ക്ലാസ്സുകളിലേക്കുള്ള ബുക്കുകൾ എടുത്തു. ഓരോ ബണ്ടിലും 10 ബുക്ക് വീതമുണ്ട്. സി ഹൗ മെനി ഫോർ ഈച്ച് ക്ലാസ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും എത്ര എണ്ണം നോക്കാം നമുക്ക്. ആദ്യം തന്നെ 10 10 10 30. 20 + 10 30 തന്നിട്ടുണ്ട്. ഇനി ക്ലാസ് 2. ക്ലാസ് 2ൽ 10 + 10 + 10 + 10 4 10 ഉണ്ട് അല്ലേ. അപ്പോൾ 40. അടുത്തത് നോക്കൂ. ഇവിടെ 40 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ ഒരു 10 അല്ലേ. അടുത്തത് 40 ആണ്. 40 വരുമ്പോൾ 30 + 10 എന്ത് വരുന്നു? 40. അടുത്തത് ക്ലാസ് 4 നമ്മൾ ഇതുപോലെ എഴുതണം അല്ലേ. അപ്പോൾ ക്ലാസ് 4ന് നമുക്ക് എഴുതി നോക്കാം. ക്ലാസ് 3 10 + 10 + 10 + 10 5 10 50 വരും. അടുത്ത ബോക്സിൽ 10 കൊടുക്കുക, അടുത്ത ബോക്സിലും 10 കൊടുക്കുക. കണ്ടല്ലോ. ഇതുപോലെ വേണം ഈ ആക്ടിവിറ്റി ഫില്ലാക്കാൻ കേട്ടോ. അടുത്ത് നോക്കൂ. എല്ലാം നമ്മൾ 10 10 കൊടുത്തു. മൊത്തം നമുക്ക് 80 ഉണ്ടല്ലേ.
അടുത്തത് നമ്മൾ 50 + 10 + 10 + 10 80, 60 + 10 + 10 80, 70 + 10 80. ക്ലാസ് 4 10 + 10 എല്ലാവരുടെയും 10 കൊടുക്കുക. മൊത്തം നമുക്ക് 90 ആണ് കേട്ടോ. 9 ബോക്സസിൽ 10 എഴുതി, 90 എഴുതി. അടുത്തത് ആദ്യത്തെ ബോക്സിൽ 50 ആണ്, ബാക്കി എല്ലാ ബോക്സിലും 10 കൊടുക്കുക. അടുത്ത ബോക്സിൽ 60, പിന്നെ 10 10 10. നെക്സ്റ്റ് ബോക്സിൽ 70, പിന്നെ 10 10. നെക്സ്റ്റ് ബോക്സിൽ 80, പിന്നെ 10. Number of books for which two classes should be added to get the number of books of class 4. Class 1 plus class 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് class 4 കിട്ടും കേട്ടോ, 80 കിട്ടും. Number of books for which two classes should be added to get the number of books of class 5. ഏതൊക്കെ രണ്ട് ക്ലാസ്സസിലെ ബുക്സ് കൂട്ടിയാലാണ് ക്ലാസ് 5 കിട്ടുക? റൈറ്റ് ദ നമ്പർ. ക്ലാസ് 2ലെയും ക്ലാസ് 3ലെയും കൂട്ടണം. 40 + 50 90. How many books more for class 4 than for class 1? 80 - 30 50. അടുത്തത് are there any other classes with the same difference 50? Let us see. ക്ലാസ് 5 ഉണ്ട്, 90 ആണ്. ക്ലാസ് 2 40. ഇതിൻ്റെ ഡിഫറൻസ് 90 - 40 ചെയ്താൽ നമുക്ക് 50 കിട്ടും കേട്ടോ. 90 - 40 ചെയ്താൽ നമുക്ക് 50 കിട്ടുവേ. ഓക്കെ. സെറ്റ്സ് ഓഫ് 10 എല്ലാം 10 ആണ്. അതായത് ഈ ഒരു ബണ്ടിൽ 10 കേട്ടോ, ഒരെണ്ണം 10 ആണ്. അപ്പം 4 എണ്ണം ഉണ്ട്, 40 അല്ലേ? സോറി, ഇവിടെ 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ളത് നമ്മൾ ഒരെണ്ണം 10 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ളത് ഈ ബോക്സിൽ റോങ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത് റോങ് ആണ് ആദ്യത്തെ. അടുത്തത് 10 + 10 + 10 30. അടുത്തത് ശരിയാണ്. അടുത്തത് തെറ്റാണ്. നെക്സ്റ്റ് തെറ്റ്. അത് 70 വരുന്നത് ശരിയാണ്, 50 വരുന്നതും ശരിയാണ് കേട്ടോ. ഹൗ ഡിഡ് യു ചെക്ക് വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളെങ്ങനെയാണ് ചെക്ക് ചെയ്തത്, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് എഴുതുക. അടുത്തത് മാംഗോ ഷവേഴ്സ്. ഓൺ ദ വേ ബാക്ക് ഫ്രം സ്കൂൾ മാളു ആൻഡ് ഹർ ഫ്രണ്ട്സ് വെന്റ് ടു ദ മാംഗോ ഗ്രോ ഓഫ് നാനുചേട്ടൻ. നാനുചേട്ടൻ്റെ മാന്തോട്ടത്തിലേക്ക് പോയി നോക്കുകയാണ്. ആര്? മാളുവും ഫ്രണ്ട്സും. ഐ ഹാവ് ഫിൽഡ് എ ബാസ്ക്കറ്റ് വിത്ത് 50 മാംഗോസ്. അപ്പോൾ ഇയാൾ പറയാണ്, നാണുചേട്ടൻ പറയാണ്, ഒരു കൊട്ടായിൽ എത്ര മാങ്ങയുണ്ട്? 50 മാങ്ങ. വി വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദ അതർ ബാസ്ക്കറ്റ്സ്. അപ്പോൾ ഈ കുട്ടികൾ പറയും, ആ ബാക്കിയുള്ള കൊട്ടകൾ ഫില്ല് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുക പറയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താ പറയണേന്ന്. ഐ വിൽ കൗണ്ട് ദ മാംഗോസ് യു പുട്ട് ഇൻ ദ ബാസ്ക്കറ്റ്. അപ്പോൾ നീ കൊട്ടയിലിടുന്ന മാംഗോ ഞാൻ കൗണ്ട് ചെയ്യാന്ന് പറയണം പെൺകുട്ടി. അപ്പോൾ ഓക്കെ, ഗോ ഹെഡ് എന്ന് ആൺകുട്ടി പറയും. മാളു പുട്ട് 10 മാംഗോസ് ഇൻ അനദർ ബാസ്ക്കറ്റ്. ഹൗ മെനി മാംഗോസ് ഇൻ ബോത്ത് ദ ബാസ്ക്കറ്റ്സ് ടുഗെദർ? 50 and 10 60. If I also put 10 mangoes in a basket now, 60 and 10 എന്ത് വരും? 70 mangoes. Arun took 10 mangoes and put them in a basket. Now 70 and 10 80 mangoes. Sherin also put 10 more mangoes in the basket. 80 and 10 mangoes 90 mangoes. Asif put 10 more in the basket. 90 and 10 എന്ത് വരും? 100 mangoes. അടുത്തത് വെൻ ടെൻസ് ജോയിൻ ആണ്. 10ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരുന്നതാണ് കേട്ടോ. ആദ്യം ഒരു 10 അല്ലേ ഉള്ളൂ, അപ്പം അത് 10. രണ്ടാമത്തേൽ 2 ചിത്രങ്ങളുണ്ട്, അപ്പം 2 10 ഉണ്ട് അല്ലേ. 10 + 10 20. അടുത്തതിൽ നോക്കൂ, 10 + 10 + 10, അപ്പം എന്ത് വരും? 30. അടുത്തത് ഒരു 30 + 10 ആണ്, 40. അടുത്തത് 40 + 10 50. അടുത്തത് 50 + 10 60. നെക്സ്റ്റ് 60 + 10 70. 70 + 10 80. 80 + 10 90. 90 + 10 100. അടുത്തത് ത്രെഡിങ് ബീഡ്സ് ആണ്. മാളു ആൻഡ് ഹർ ഫ്രണ്ട് ആർ ത്രെഡിങ് ബീഡ്സ് ടു മേക്ക് എ ചെയിൻ. മാളുവും ഫ്രണ്ടും കൂടിയിട്ട് മുത്തുകൾ കോർക്കുകയാണ് ഒരു ചെയിൻ മാല ഉണ്ടാക്കാൻ. ദർ ആർ റെഡ് ആൻഡ് യെല്ലോ ബീഡ്സ്. അവിടെ അവർക്ക് ചുവപ്പും അതുപോലെ യെല്ലോ ബീഡ്സും ഉണ്ട്. ഹൗ മെനി ബീഡ്സ് ഡിഡ് യു ത്രെഡ്? നിങ്ങൾ എത്ര മാലകൾ കോർത്തു? 20 യെല്ലോ ആൻഡ് 5 റെഡ് ആണ് കേട്ടോ. 20 യെല്ലോയും 5ഉം റെഡും. 20 and 5 എന്ത് വരും? 25. ഇഫ് ഐ ത്രെഡ് 20 യെല്ലോ ആൻഡ് 3 റെഡ്. 20 and 3 ആണെങ്കിലോ 23 അല്ലേ. അപ്പോൾ അടുത്ത അടിയിലത്തേൽ നോക്കൂ, യെല്ലോയും റെഡും തന്നിട്ടുണ്ട്. 20 യെല്ലോയും 1 റെഡും 21. അടുത്തത് 20 യെല്ലോയും 2 റെഡും 22. അടുത്തത് നോക്കൂ, 20
3 ആണ്. അപ്പോൾ 20 യെല്ലോ അവർ തന്നിട്ടുണ്ട്. റെഡിൻ്റെ ബോക്സിൽ 3 കൊടുക്കുക. 24 ആണ്. അപ്പോൾ 20 എഴുതുക. 4 അവർ തന്നിട്ടുണ്ട്. അടുത്ത് 25. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ യെല്ലോ ബോക്സിൽ 20യും റെഡിൻ്റെ ബോക്സിൽ എന്ത് ചെയ്യുക 5 എഴുതുക കേട്ടോ. അടുത്തത് നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ് ആണ്. റൈറ്റ് മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ്. തന്നിരിക്കുന്ന മുത്തുകളിൽ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതുക. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തുടർച്ചയായ സംഖ്യകളാണ് കേട്ടോ. 16 മുമ്പ് 16 മുമ്പ് 15 എഴുതി കൊടുക്കുക. 15, 16, 17, then 18, 19, 20, 21, 22, 23, 24, 25. They went to Omana Andy's shop. Oh, so many things. How many each? Write the number in the box. 20 plus 9, 29. How many more toffees would make 30? 29 and 1 makes 30 toffees. 29ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും അല്ലേ. അടുത്തത് നോക്കൂ, നമ്മൾ ആ നമ്പറുകളെല്ലാം ആദ്യം ഒന്ന് കൗണ്ട് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട്? ആദ്യത്തെ ഇമോജീസ് 20, അടുത്ത ഇമോജീസ് 4 അല്ലേ. നിങ്ങൾ കൂട്ടി നോക്കുക കേട്ടോ, എണ്ണി നോക്കുക. അപ്പം നമുക്ക് മൊത്തം 24. അടുത്ത എത്ര പന്തുകളുണ്ട്? 40. എത്ര പന്താണുള്ളത്? 2, 42, 42. അടുത്ത എത്ര സേഫ്റ്റി പിന്നെ ആദ്യം തന്നിരിക്കുന്നത്? 70. അടുത്തതിലോ 8. അപ്പോൾ ടോട്ടൽ 78. അടുത്തത് നോക്കൂ, അടുത്തത് 60യും 3യും 63. ഓക്കെ, അടുത്തത് നമുക്ക് ബിന്ദീസ് ആണ്, പൊട്ട് അല്ലേ. ഹൗ മെനി ബിന്ദീസ് ഇൻ ഓൾ? ഇതിൽ മൊത്തത്തിൽ എത്ര ബിന്ദീസ് ഉണ്ട്? നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. എത്ര എണ്ണം ഉണ്ട്? 100 ഉണ്ട് കേട്ടോ. 100 ബിന്ദീസ്, 100 പൊട്ടുകൾ ഉണ്ട്. ഡിഡ് യു ഓൾ കൗണ്ട് ഇൻ ദ സെയിം വേ? എല്ലാവരും ഒരേപോലെയാണോ കൂട്ടിയത്? അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. ഇതിൽ നമുക്ക് ഓരോ കളറുകൾ ആദ്യം വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. ഇതാ ഇതിൽ 3, 3, 6, 7, 8, 9, 10. ആദ്യത്തെ റോല് 10, അടുത്ത റോല് 10. കണ്ടോ, എല്ലാ റോലും 10, 10. അങ്ങനെ 10 റോസ് ഉണ്ട്. അപ്പോൾ 100 വരും കേട്ടോ. കളർഫുൾ ബീഡ്സ്. നമുക്ക് കളർഫുൾ ബീഡ്സ് ആണ്. ഇഫയുടെ കയ്യിൽ 10 + 10 + 10 + 7 ടോട്ടൽ 37. അരുണിൻ്റെ കയ്യിൽ 10 + 10 + 10 + 5 35. ഷെറിൻ്റെ കയ്യിലോ 10 + 10 + 10 + 10 + 10 + 6 56. അടുത്തത് 10 + മാളുവിൻ്റെ കയ്യിൽ 10 + 10 + 10 + 10 + 10 + 8 5 10ഉം ഒരു 8ഉം അപ്പോൾ 58 58. അടുത്ത ആസിഫ് 10 + 10 + 10 + 10 4 10സും 4ഉം 44. റൈറ്റ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതണം. 58, 56, 44, 37, 35. Malu and her friends collected beads of different colors. How many beads of each color? അപ്പോൾ അത് റെഡ് 50 and 4 54, യെല്ലോ 30 and 5 35, ഗ്രീൻ 60 and 6 66. ബ്ലൂ ആണെങ്കിലോ ബ്ലൂ നോക്കൂ എത്ര ഉണ്ട്? 10 തന്നെ 4 10 ഉണ്ട് അല്ലേ. 40 ഉണ്ട്, പിന്നെയോ ഒരു 7ഉം 40 and 7 47. ബ്ലാക്കോ 10 2എണ്ണമാണ്. അപ്പോൾ 2 10 20, പിന്നെ ഒരു 8 അപ്പോൾ 28. അടുത്ത സ്നേക്ക് ആൻഡ് ലാഡർ ആണ്. ലെറ്റ് us play snakes and ladders. For that write numbers from 1 to 100 in order. അപ്പം നമുക്ക് ഏണിയും പാമ്പും കളിക്കണമെങ്കിൽ 1 മുതൽ 100 വരെ നമ്മൾ ഓർഡറിൽ എഴുതണം. ഡോണ്ട് ഫർഗെറ്റ് ടു ഡ്രോ മോർ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. ഇതാ ഇതുപോലെ 1 to 100 വരെ എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാമ്പിനെ ഏണീനെയൊക്കെ ഇനിയും വരച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്യാം കേട്ടോ. Write the missing numbers in the last 2 pictures. 94, 96, 90. Write the missing numbers in the pictures given below ആണ്. നമുക്കൊന്ന് ഫില്ല് ചെയ്യുക. 26ൻ്റെ ആണ്. അപ്പോൾ 20 + 6, 10 + 10 + 6. അടുത്തത് നമുക്ക് 10 + 10 + 5 10ഉം 4ഉം ആണ് അല്ലേ. അപ്പോൾ 50 + 4 ആണ് വരിക. 54 ഉണ്ട്, 50 + 4. അടുത്ത 65 ആണ്. നമുക്ക് 60 + 5 എഴുതാം. ഇതുപോലെ 6 10ഉം ഒരു 5 എഴുതി കൊടുക്കുക. അടുത്ത് നോക്കൂ, റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് ഓർഡറിൽ നമ്പർ എഴുതി ഫില്ല് ചെയ്യുക അല്ലേ. 65, 64, 63 ആദ്യത്തെ പുഴുവിൻ്റെ അല്ലേ. പിന്നെ 64, 65,
86, 87, 88, 89, 90, 91, 92, 93, 94, 95. അടുത്തത് 27, 26, 25, 24, 23, 22, 21. ഇതിൽ ആദ്യത്തെ നിങ്ങൾ കറക്റ്റ് ആക്കണം. അത് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഇത് നിങ്ങൾ ബാക്കിലേക്ക് എഴുതൂ കേട്ടോ. 65, 64, 63, 62, 61, 60, 59, 58, 57, 56 ഇങ്ങനെയാണ് വരിക കേട്ടോ. നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവർ തന്നിരിക്കുന്നത് 65, 64, 63 എന്നാണ്. അപ്പോൾ ശരിക്കും പാറ്റേൺ ഇങ്ങനെയാണ് വരേണ്ടത്. 60 ബാക്കിലേക്കാണ് എഴുതേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഇവിടെ 79 ആണ്. അതേപോലെ തന്നെ ഇവിടെ 74, ഇവിടെ വന്നിട്ട് 91, 93. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. 64, 65, 66, 67, 68, 69, 70 ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്കത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഇതാണ് ശരിക്കുള്ള പാറ്റേൺ വരിക. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ പറയണത് അതുപോലെ ഫില്ല് ചെയ്യുക കേട്ടോ. നമുക്കിത് ഫില്ല് ചെയ്യുക. 88, 89, 90, 91, 92 നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓർഡറിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ മേലെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കുക, നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഞാൻ ഈ മേലെ എഴുതിയിരിക്കുന്നതാണ് ശരിക്കും വരേണ്ട ആൻസർ. അത് റീചെക്ക് ചെയ്തിട്ട് മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് 88, 89, 90, 91, 92, 93, 94. ഇവിടെ നോക്കൂ 79ഉം 74ഉം ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ 73, 74, 75, 76, 77, 78. ഇവിടെ 93 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് എഴുതി കൊടുക്കുക. 92, 91, 90, 89, 88, 87. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. 60, 50, 40, 30 കഴിഞ്ഞാൽ 20, 10. അടുത്ത് നോക്കൂ 45, 55, 65, 75, 85, 95. അടുത്ത് 35, 40, 45 ഉണ്ട്. 50, 55, 60. ബൈക്ക് റേസ് അല്ലേ അടുത്തത്. ഇഫ് ദ ബൈക്ക് ഹിറ്റ്സ് ദ സൈഡ് ദ ഗെയിം എൻഡ്സ്. ബൈക്ക് സൈഡിൽ ഇടിച്ചാൽ ഗെയിം എൻഡ് ആവും അല്ലേ. ദ ഗെയിം സ്റ്റാർട്ട്സ് അറ്റ് 25. ദ റൈഡർ ഗെറ്റ്സ് 10 ഗോൾഡ് കോയിൻസ്. ഈച്ച് ടൈം 5 ഈസ് ആഡഡ്. Rasi was out at 57. How many gold coins did he get? Answer 6. At which number? Ni color these numbers and write them ആണ്. 30, 35, 40, 45, 50, 50 കളർ ചെയ്യുക കേട്ടോ. 55. അടുത്ത് നോക്കൂ, ദ ഗെയിം ബിഗിൻസ് അറ്റ് 26ലാണ് ബിഗിൻ ചെയ്യണത്. റൈഡറിന് 5 ഗോൾഡ് കോയിൻ കിട്ടും. അപ്പോൾ ഓരോ 2 ആഡ് ആവും കേട്ടോ. ദിയ വാസ് ഔട്ട് അറ്റ് 47. ദിയ ഔട്ട് ആവണു. ഹൗ മെനി ഗോൾഡ് കോയിൻസ് ഡിഡ് ഷീ ഗെറ്റ്? 10. അറ്റ് വിച്ച് നമ്പേഴ്സ്? ഏതൊക്കെ നമ്പറിലാണ്? 28, 30, 32, 34, 36, 38, 40, 42, 44, 46 ആൾക്ക് എന്ത് കിട്ടുന്നു? ഗോൾഡ് കോയിൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.